നമസ്കാരം, സമയം മലയാളത്തിലേക്ക് സ്വാഗതം. 2026 T20 ലോകകപ്പിൽ ഇന്ത്യ കിരീടം നേടിയിരിക്കുകയാണ്. കലാശ പോരാട്ടത്തിൽ ന്യൂസിലാൻഡിനെ 96 റൺസിന് വീഴ്ത്തിയാണ് സൂര്യകുമാർ യാദവിന്റെ നേതൃത്വത്തിൽ കളിച്ച ഇന്ത്യൻ ടീം കിരീടം സ്വന്തമാക്കിയത്. ഇന്ത്യ മൂന്നാം T20 കിരീടം നേടുമ്പോൾ മിന്നുന്ന പ്രകടനം നടത്തി കയ്യടി നേടിയ രണ്ട് താരങ്ങളാണ് സഞ്ജു സാംസണും ഇഷാൻ കിഷനും. വിക്കറ്റ് കീപ്പർ ബാറ്റർമാരായ രണ്ടുപേരും ലോകകപ്പിൽ കിടിലൻ പ്രകടനം കാഴ്ചവെച്ചു. 5 മത്സരങ്ങൾ മാത്രം കളിച്ച സഞ്ജു സാംസൺ 321 റൺസ് എടുത്ത് T20 ലോകകപ്പിലെ താരമായി മാറി. ഇഷാൻ കിഷൻ 9 മത്സരങ്ങളിൽ നിന്ന് 317 റൺസാണ് സ്കോർ ചെയ്തത്. ഫൈനലിൽ ഇരുവരും അർദ്ധ സെഞ്ചുറി നേടിയിരുന്നു. ഇന്ത്യൻ ടീമിന്റെ കിരീട നേട്ടത്തിൽ നിർണായകമായ പങ്കാണ് ഇരുവരും വഹിച്ചത്. 2 വർഷങ്ങൾക്ക് ശേഷം തിരിച്ചെത്തിയ ഇഷാൻ കിഷനും നിരന്തരമായ പരീക്ഷണങ്ങൾക്ക് വിധേയനായ സഞ്ജു സാംസണും മിന്നിച്ചതോടെ ചില താരങ്ങളുടെ T20 തിരിച്ചുവരവ് എളുപ്പമല്ലാതായി മാറിയിരിക്കുകയാണ്. സഞ്ജുവും ഇഷാനും മിന്നിച്ചതോടെ ഏതൊക്കെ താരങ്ങളുടെ തിരിച്ചുവരവ് പ്രതീക്ഷകൾക്കാണ് മങ്ങലേറ്റത്? നമുക്ക് വിശദമായി നോക്കാം. ശുഭ്മാൻ ഗില്ലാണ് ഇക്കൂട്ടത്തിലെ പ്രധാന താരം. ഇന്ത്യയുടെ ഏകദിന ടെസ്റ്റ് ടീം ക്യാപ്റ്റനായ ശുഭ്മാൻ ഗിൽ ഇപ്പോൾ നടന്ന T20 ലോകകപ്പിന് മുമ്പ് ഇന്ത്യയുടെ T20 ടീമിന്റെ വൈസ് ക്യാപ്റ്റൻ ആയിരുന്നു. എന്നാൽ ലോകകപ്പ് ടീമിൽ നിന്ന് ഗില്ലിനെ സെലക്ടർമാർ ഒഴിവാക്കുകയായിരുന്നു. T20യിൽ ഓപ്പണർ റോളിൽ കളിക്കുന്ന ഗില്ലിന് അടുത്തൊന്നും T20 ടീമിലേക്ക് തിരിച്ചു വരാൻ കഴിയില്ല. വൻ വിജയമായി മാറിയ സഞ്ജു സാംസൺ, അഭിഷേക് ശർമ്മ ഓപ്പണിംഗ് കൂട്ടുകെട്ട് ഇന്ത്യ പെട്ടെന്ന് പൊളിക്കാൻ യാതൊരു സാധ്യതയുമില്ല. 3-ാം നമ്പറിൽ ഇഷാൻ കിഷനും ശോഭിച്ചതോടെ ഈ സീറ്റിലും ഇനി ഗില്ലിന് പെട്ടെന്ന് ഇടം നേടാൻ കഴിയില്ല. തിരിച്ചടി നേരിട്ട രണ്ടാമത്തെ താരം യശസ്വി ജയ്സ്വാളാണ്. T20യിൽ ഗംഭീര റെക്കോർഡുള്ള താരമാണ് ജയ്സ്വാൾ. ഓപ്പണർ റോളിൽ കളിക്കുന്ന താരം T20 ലോകകപ്പിന് ശേഷം ഇന്ത്യൻ T20 ടീമിലേക്ക് മടങ്ങിയെത്താനാകുമെന്ന പ്രതീക്ഷയിലായിരുന്നു. എന്നാൽ പ്രതീക്ഷിച്ചതിലും മികച്ച പ്രകടനമാണ് ഓപ്പണിംഗ് നിര പുറത്തെടുത്തത്. അതുകൊണ്ട് തന്നെ ഓപ്പണർ റോളിലേക്കുള്ള മടങ്ങിവരവ് ജയ്സ്വാളിന് ഇനി എളുപ്പമാകില്ലെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. 3-ാമത്തെ താരം ഋതുരാജ് ഗെയ്ക്വാദാണ്. IPLൽ ചെന്നൈ സൂപ്പർ കിങ്സ് നായകനും ഓപ്പണറുമായ ഋതുരാജ് ഗെയ്ക്വാദും T20 ലോകകപ്പിന് ശേഷം തിരിച്ചുവരവ് പ്രതീക്ഷിച്ചിരുന്ന താരമാണ്. എന്നാൽ സഞ്ജുവിന്റെയും ഇഷാന്റെയും ഫോം ഋതുരാജിന്റെ മോഹങ്ങൾക്കും തിരിച്ചടി നൽകിയിരിക്കുകയാണ്. അതോടൊപ്പം വിക്കറ്റ് കീപ്പർ സ്ഥാനം നോട്ടമിട്ടിരുന്ന ഋഷഭ് പന്ത്, ജിതേഷ് ശർമ്മ എന്നീ താരങ്ങളുണ്ട്. ഋഷഭ് പന്ത് സമീപകാലത്ത് അന്താരാഷ്ട്ര T20 മത്സരങ്ങൾ കളിച്ചിട്ടില്ലെങ്കിലും വിക്കറ്റ് കീപ്പർ സ്ഥാനത്തേക്ക് ഒരു തിരിച്ചുവരവ് സ്വപ്നം കണ്ടിരുന്നു. തനിക്ക് നഷ്ടപ്പെട്ട T20 വിക്കറ്റ് കീപ്പർ സ്ഥാനം തിരിച്ചുപിടിക്കാൻ ഇനി ഋഷഭ് പന്ത് അത്ഭുതകരമായ പ്രകടനം പുറത്തെടുക്കേണ്ടി വരും. സഞ്ജു സാംസൺ ബാറ്റിംഗിലും വിക്കറ്റ് കീപ്പിംഗിലും തിളങ്ങിയതോടെ ഋഷഭ് പന്തിന് ഇനി T20 ടീമിൽ ഇടം നേടുക എന്നത് വളരെ പ്രയാസകരമായിരിക്കുമെന്ന് നിസ്സംശയം പറയാം. ജിതേഷ് ശർമ്മയാണെങ്കിൽ സഞ്ജു ടീമിലുണ്ടായിരുന്ന സമയത്ത് ടീമിലെ സെക്കൻഡ് ചോയ്സ് വിക്കറ്റ് കീപ്പർ ആയിരുന്നു. ഒരു ഘട്ടത്തിൽ സഞ്ജുവിനെ മറികടന്ന് ജിതേഷ് പ്ലേയിങ് 11 സ്ഥാനം വരെ നേടിയെടുത്തു. എന്നാൽ ഇഷാൻ കിഷൻ ആഭ്യന്തര ക്രിക്കറ്റിൽ മിന്നിച്ചതോടെ ജിതേഷ് പിന്നെ പുറത്തേക്ക് പോവുകയായിരുന്നു. T20 ലോകകപ്പിന് തൊട്ടു മുമ്പാണ് ജിതേഷിന് സ്ഥാനം നഷ്ടമായത്. ജിതേഷ് ശർമ്മയും ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പർ റോളിലേക്ക് തിരിച്ചെത്താമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ ഇന്ത്യ സഞ്ജു സാംസണെയും ഇഷാൻ കിഷനെയും വിക്കറ്റ് കീപ്പർ റോളിൽ നിന്ന് ഉടനൊന്നും മാറ്റാൻ സാധ്യതകളില്ല. അതുകൊണ്ട് തന്നെ ജിതേഷ് ശർമ്മക്കും തിരിച്ചുവരവ് ഇനി എളുപ്പമാകില്ലെന്ന് ഉറപ്പാണ്.